ഇനി ബൂട്ടിൻ്റെ ഒരു ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട്. ഈ ബൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാറിന് അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ടൈമിലോ അല്ലെങ്കിൽ നമ്മുടെ ഏത് സമയത്ത് നമ്മുടെ വണ്ടി കൊണ്ട് കാർ പോർച്ച് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വാല്യുബിൾസ് വണ്ടിയുടെ ഉള്ളിലാണ് എങ്കിൽ വണ്ടി ലോക്ക് ചെയ്യുക. ഈ ഡിക്കീൻ്റെ ഓപ്ഷൻ, ബൂട്ടിൻ്റെ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ബൂട്ട് വൺ ടൈം ഓപ്പൺ ചെയ്ത് അടയ്ക്കാൻ സാധിക്കുന്ന ഒന്നും കൂടെയാണ് ഈ ഓപ്ഷനിലൂടെ കിട്ടുന്നത്. ഇത് നെക്സോണിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് എസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് വരുന്നത്. ഇത് നെക്സോണിൻ്റെ പുതിയ എഡിഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നെക്സോൺ എന്ന് പറയുന്ന വണ്ടി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ടോപ്പ് സെല്ലിംഗ് കാറായിട്ട് തന്നെ ഓൺ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഈ ഒരു വീഡിയോൻ്റെ പ്രാധാന്യം ഈ ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന വേരിയൻറ്റ് എടുക്കുന്നതിലൂടെ കസ്റ്റമേഴ്സിന് കിട്ടുന്ന കുറച്ച് വാല്യൂ ഓഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ടിലെ ലുക്കിലേക്ക് വരാം. നമുക്ക് പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് ഡിഫറൻസ് നമുക്ക് നെക്സോണിലെ വണ്ടിയിൽ പുതിയ അപ്ഡേഷനിലൂടെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സീക്വൻഷ്യൽ LED DRLs തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ LED DRLs എന്ന് പറയുന്ന നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇവിടെ ലൈറ്റ്നിങ് ഉണ്ടാവും. ലൈറ്റ്നിങ് വിത്ത് നമുക്ക് LED ആയിട്ടുള്ള പ്രൊജക്റ്റഡ് LED ഹെഡ് ലാമ്പും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതിനോടൊപ്പം ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്ററിൽ വരുന്നത് ഈ ഒരു പാർട്ട് തന്നെയാണ്. സീക്വൻഷ്യലായിട്ട് വരുന്ന LED ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും വരിക. നമുക്ക് വളരെ സ്റ്റൈലിഷ് ആണ് വണ്ടിയിൽ കാണാനും. അതിൻ്റെ എഡ്ജിങ് ഡിസൈനിങ്ങും ഇതിൻ്റെ ഷാർപ്പ് കട്ടിങ് ആയിട്ടുള്ള ഡിസൈനൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ടാണ് വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഈ വണ്ടിയിൽ 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ലുക്കിലാണ്. ഫ്രണ്ടിൽ ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 4 ക്യാമറകളാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഒരു ക്യാമറ ഫ്രണ്ടിൽ ക്യാമറ വിത്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ വണ്ടിയുടെ ഡീപ്പ് എത്ര ഉണ്ടെന്ന് വരെ ആ സെൻസിങ്ങിലൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലേക്ക് പോകാം. സൈഡ് ലുക്കിലേക്ക് വരാൻ നേരത്ത് നമുക്ക് വരുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് 16 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. ഡയമണ്ട് കട്ടാണ്. പോരാത്തതിന് ഇതിൻ്റെ പുതിയ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ടാറ്റ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇത്രയും കാലം 4 സ്പോക്ക് ആയിരുന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ 5 സ്പോക്സ് വരുന്നു. അതിനോടൊപ്പം നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനാണ് അലോയ് വീൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന് വേണമെങ്കിൽ ഈ ഡിസൈനിന് വേണമെങ്കിൽ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റലിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്താക്കുന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഊരി വെക്കാനും സാധിക്കുന്നു. അതാണ് ഈ ഒരു അലോയ് വീൽസിൻ്റെ ഏറ്റവും നല്ല ഒരു യൂസ്ഫുൾ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഡിസൈനെ ഒന്ന് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനോടുള്ളതായിട്ട് വരുന്ന ഒരു സ്കേർട്ടിങ് വരുന്നുണ്ട്. അതിനോടൊപ്പം പഴയ വണ്ടിയിൽ ഇവിടെ ഒരു ഡോർ സൈഡിലേക്ക് വരാൻ നേരത്ത് ഇത് അഡീഷണൽ ആക്സസറീസ് ചെയ്തതാണ്. അപ്പോൾ ഈ ക്രോമിങ് സെറ്റ് അതിൻ്റെ സൈഡിൽ ഈ പാറ്റേൺ ഡുവൽ ടോൺ ആക്കി അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കട്ടി കൊടുത്ത് ഒരു രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഈ സെഗ്മെൻറ്റ് വെച്ച് ഏറ്റവും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കുന്ന ഒരു വണ്ടി നെക്സോണാണ്. സോ ഇന്ത്യൻ റോഡ്സിനെ ഏറ്റവും അഫോർഡായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം സൈഡിൽ OEMs നമുക്ക് വരുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള OEMs തന്നെയാണ്. ലൈറ്റ്നിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്യാമറ അടിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറയുടെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഈ ക്യാമറയ്ക്ക് 2 യൂസ് ഉണ്ട്. ഒന്ന് 360 ക്യാമറ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് അത് 2Dയിലും 3Dയിലും നമുക്ക് കാണാം. ഫുള്ള് സറൗണ്ടിങ്സ് ആണ്. സോ അതിനോടൊപ്പം തന്നെ ലൈൻ ചേഞ്ചിങ് മിററായിട്ടും നമുക്ക് കാണാൻ പറ്റും. കാരണം സാറ് ഇത് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പം നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ഇതിൽ ടാപ്പ് ചെയ്യുമ്പോഴേക്കും ക്ലസ്റ്ററിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. സോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് സൈഡിലെ വശക്കാഴ്ചയിലൂടെ നമുക്ക് ഇവിടെ റൂഫ് റെയിൽസ് ആണ് വരുന്നത്. അത് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രേ കളറിലാണ്. ഈ വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഡ്യുവൽ ടോണും സിംഗിൾ ടോണും അവൈലബിൾ ആണ്. ഡ്യുവൽ ടോൺ എന്ന് പറയാൻ നേരത്തെ ക്രിയേറ്റീവ് ഓപ്ഷനിൽ ഇവിടെ വൈറ്റ് ആയിരിക്കും വരിക. അതിൻ്റെ ഫിയർലെസ്സിൽ ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. അപ്പം ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. സൈഡിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലത്തെ വൈറ്റ് എലമെൻറ്റ് പൂർണ്ണമായിട്ടും എടുത്ത് നീക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രാൻഡും കൂടെയാണ് ടാറ്റ മോട്ടോഴ്സ്. സോ ഇപ്പം പിയാനോ ബ്ലാക്കിൽ ബ്ലാക്ക് ആൻഡ് ചെയ്ത് വരുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സൈഡാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്.
അതിനോടൊപ്പം നെക്സോണിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൂപ്പേ ഡിസൈനിങ് തന്നെയാണ്. ഈ കൂപ്പേ ഡിസൈനിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ എയറോ ഡൈനാമിക് ഡിസൈൻ എന്നാണ് നെക്സോണിനെ വിശേഷിപ്പിക്കാവുന്നത്. ഇതിൻ്റെ മേലിൽ നിന്നും താഴേലേക്ക് ചെറിയൊരു സ്ലാൻഡിങ് കാണാൻ പറ്റും. ആ സ്ലാൻഡിങ് നമ്മുടെ വണ്ടിക്ക് വളരെ മികച്ച ഒരു സ്റ്റെബിലിറ്റി തരുന്ന ഒന്നും കൂടെയാണ്. കാരണം ഇതിൻ്റെ എയർ വന്ന് കട്ട് ചെയ്ത് ബേക്കിൽ ഇതിലൂടെ വന്ന് താഴേക്ക് ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം പുതിയ വണ്ടിയിൽ ബാക്ക് സൈഡ് എൻറ്റയർലി മാറിയിട്ടുണ്ടെന്ന് തന്നെ വേണേൽ വിശേഷിപ്പിക്കാം. നമുക്ക് ബാക്ക് സൈഡ് ഫുള്ളി മാറി. ഇപ്പോൾ ലൈറ്റിനിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും ഫുൾ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ബാക്ക് റിയർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നൈറ്റ് ടൈമിലൊക്കെ വണ്ടി പോകുന്നത് കാണുമ്പം ദൂരെ നിന്നും ഈ എക്സ് ഫാക്ടർ, ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത് ഈ ലൈറ്റിനിങ്ങിനെ ഒരു എക്സ് ഫാക്ടർ LED ടെയിൽ ലാമ്പ് എന്നാണ് പറയുക. സോ ഇത് നമുക്ക് വളരെ ലൈറ്റ്നിങ് തരുന്ന വളരെ മികച്ച ഒരു ലൈറ്റ്നിങ് ആണ് നമുക്ക് റിയർ സൈഡിൽ നിന്ന് നോക്കും. നല്ല റോഡ് പ്രസൻസും നമുക്ക് ഈ വണ്ടി സമ്മാനിക്കുന്നു. സോ നമ്മൾ എല്ലാ ഒരു മോഡൽ ചേഞ്ച് വരുമ്പോഴും നെക്സോണിലും അതേപോലെ ഒരു ബാക്ക് സൈഡ് ചേഞ്ചിങ് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് അത്ര ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ റിയറിൽ വൈപ്പർ നമുക്ക് ഹൈ മൗണ്ടഡ് ആണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വൈപ്പേഴ്സ് വരുന്നത്. സാറിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ വൈപ്പർ വരുന്നത്. അപ്പം അതിലൂടെ നമുക്ക് വൈപ്പർ ബേക്കിൽ നിന്നും കാണാൻ സാധിക്കാതെ ഹൈഡഡ് ആയിട്ട് വളരെ രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ സംസാരിച്ചതുപോലെ ബാക്കിലെ ക്യാമറ, 4 ക്യാമറയിൽ 1 ക്യാമറ നമുക്ക് ബാക്ക് സൈഡിൽ വന്നു. അതിനോടൊപ്പം നമ്മുടെ വളരെ മികച്ച ഒരു നെക്സോൺ എന്നൊരു നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ബാഡ്ജിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 അടിക്ക് അടുത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം ബേക്കിൽ റിയർ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു വൈറ്റ് സ്കേർട്ടിങ്, വണ്ടിയുടെ ബേക്കിൻ്റെ ലുക്കിന് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമുക്കൊരു വൈറ്റ് സ്കേർട്ടിങ് കൊടുത്തിരിക്കുന്നു. സോ ഒരു റിഫ്ലക്റ്റിംഗ് ലാമ്പ് വിത്ത് റിയർ ലൈറ്റ്നിങ് ഒക്കെ ആയിട്ട് ഒരു കോർണറായിട്ട് നല്ലൊരു ഡിസൈൻ എലമെൻറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഒരുപാട് ചേഞ്ചസ് നമുക്ക് പുറത്തുള്ളതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിലും അതുപോലെ തന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നേരത്ത് നമുക്ക് നേരത്തെ വണ്ടിയിലെ ഉള്ളതിൽ ഒരു കീ ആണ് വരുന്നത്. ആ കീയിൽ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ലോക്ക്, അൺലോക്ക്, ഫോളോ മീ ഹെഡ്ലാമ്പ്. നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ വീട്ടിലേക്ക് വരാൻ നേരത്ത് ഇരുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈറ്റിനിങ് സമ്മാനിക്കുന്നത് ഒന്നും കൂടെയാണ്. ഇനി റിക്വസ്റ്റ് സെൻസേഴ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ അൺലോക്കായി നമ്മുടെ കീ അടുത്ത് കീപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ പോക്കറ്റിലിടുക, ഉള്ളിലേക്ക് ഇൻസേർട്ടഡ് ആയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാഷ്ബോർഡും സ്റ്റിയറിങ്ങും അതിനോടൊപ്പം ഉള്ള സീറ്റിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഒരു വൈറ്റ് എലമെൻറ്റിൽ സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്ന ഒരു ലെതർ മെറ്റീരിയൽ. സോ 2 സ്പോക്ക് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്കൊരു ചെറിയ ചേഞ്ചസ് വന്നു. നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഇപ്പം വന്നിരിക്കുന്നത് ഫുള്ള് ടീൻ്റെ ലോഗോ ഇല്ലുമിനേറ്റഡ് ആണ്. ഇല്ലുമിനേറ്റഡ് ടീ ലോഗോ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു അപ്ഡേഷൻ ആണ്. അതുവരെ നമ്മളൊരു ബ്ലാക്കിനായിരുന്നു, നമുക്കൊരു ടച്ച് സ്ക്രീൻ പോലെ തോന്നുമെങ്കിലും ഒരു പിയാനോ ബ്ലാക്കിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൺട്രോൾസ് നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സും ഇതിൻ്റെ ക്ലസ്റ്ററിലേക്കുള്ള സെറ്റിങ്സും നമുക്ക് ഈ റൈറ്റ് സൈഡിലെ നോബ് വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോൺ വരുന്നത് നമുക്ക് സെൻട്രലാണ്, വളരെ മനോഹരമായിട്ടൊരു ഓണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്ലൂടൂത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ കണക്ടിവിറ്റി ഫീച്ചറും നമുക്ക് അവിടെ ലഭ്യമാണ്. കോൾ എടുക്കാനും ഓഫ് ചെയ്യാനും കാര്യങ്ങളെല്ലാം നമുക്കവിടെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സൈഡ് ഡോറിലെ പാഡിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഡോറിൻ്റെ ഈ ലെതർ എലമെൻറ്റ്സ് നമുക്ക് ഈ സൈഡിൽ കാണാം. ഒരു വൈറ്റനിങ് ആയിട്ടുള്ള ഈ വൈറ്റനിങ് ഒരു പ്രത്യേക ഒരു രസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിൽറ്റഡ് ടൈപ്പാണ് വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും വെയിലത്തൊക്കെ കിടക്കുമ്പോൾ വണ്ടീൻ്റെ ഈ പിടിക്കുന്ന ഈ ഇതുവരെ നമുക്ക് അത്ര മനോഹരമായിട്ടാണ് ടാറ്റ അതിനെ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് 4 പവർ വിൻഡോസിൻ്റെ സ്വിച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ്. ലോക്ക് ചെയ്യാൻ, അതായത് കിഡ്സ് കുത്തി കളിക്കുകയാണെങ്കിൽ നമുക്ക് അത് ലോക്ക് ചെയ്തിടാനുള്ള ഫങ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി മിററിൻ്റെ ടോട്ടൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നു. ഓട്ടോ ഫോൾഡബിൾ ആണ്. കീയിൽ തന്നെ നമുക്ക് ഈ ക്രിയേറ്റീവ് ഓപ്ഷനിൽ നമുക്ക് ഓട്ടോ ഫോൾഡ്, ഓട്ടോ അൺലോക്ക്, ലോക്കിംഗ് ഫംഗ്ഷനിൽ തന്നെ അത് ഫോൾഡ് ആൻഡ് അൺഫോൾഡിങ് വരുന്നുണ്ട്.
റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഉള്ളിൽ ഇരുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സോൺ എന്ന് പറയുന്ന വണ്ടിയിൽ നമുക്ക് ഉള്ളിൽ ഇരിക്കുന്നവരുടെ സേഫ്റ്റി അത് 100%ഉം ഓക്കെയാണ്. അത്രയും സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നെക്സോൺ. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ വളരെ മനോഹരമായിട്ടുള്ള ക്ലസ്റ്ററും കാര്യങ്ങളും പിന്നെ 360 ക്യാമറയും എല്ലാം കൂടെ വന്നപ്പോൾ നമുക്ക് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ആയി. ഈ ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വണ്ടി നിർത്തിയിട്ടതിന് ശേഷം 2Dയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻസും കാര്യങ്ങളൊന്നും കാണില്ല. സോ ആനിമേഷൻസും കാര്യങ്ങളും പറയണമെങ്കിൽ ഈ 3D എന്ന് പറയുന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ വണ്ടിയുടെ ഓവറോൾ എല്ലാം നമുക്ക് 3Dയിൽ കാണാൻ പറ്റും. സറൗണ്ടിങ്സ് നമുക്ക് ഇതിൽ തന്നെ ടാപ്പ് ചെയ്ത് മൊത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം ബാക്ക് ആൻഡ് ഫ്രണ്ട് സെൻസർ ഉള്ളത് കൊണ്ടും അതിൻ്റെ ഡീപ്പ് സ്ലീപ്പിംഗ് ആണെങ്കിൽ തന്നെ അത് സെൻസ് ചെയ്യാനും ഈ വണ്ടിയിൽ സാധിക്കും. അതിനോടൊപ്പം ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ബാക്ക് തന്നെ കാണുന്നുണ്ടെങ്കിൽ ബാക്കിലേക്കുള്ള ഫങ്ഷൻസ് ഫ്രണ്ടാണ് ഫ്രണ്ടിലേക്കുള്ളത്. അങ്ങനെ ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ സൈഡ് ഏത് സൈഡാണോ കറക്റ്റ് കാണേണ്ടത് ഇതിൽ കുത്താനുള്ള വിഷമമുള്ളവർ കാണും. സോ അപ്പം നമുക്ക് ഈ കോർണർ കാണണേ കോർണർ, ഫ്രണ്ട് കോർണർ കാണണേ ഫ്രണ്ട് കോർണർ. ഇനി ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. നമുക്ക് വണ്ടി എത്ര സ്ലീപ്പിങ്ങിലേക്ക് ഇറക്കാൻ നമുക്ക് അതിലൂടെ സാധിക്കുന്നതാണ്. ഇനി ഈ വണ്ടിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ആ ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസും നമുക്ക് 10.25 തന്നെയാണ് വരുന്നത്, ഇതിൻ്റെ ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ. ഇതിലും കുറച്ചും കൂടെ ഫിയർലെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കനം കുറച്ചും കൂടെ കുറയുന്നുണ്ട്. ഇത് അത്രമാത്രം കനം എന്നല്ല പറയാം, കുറച്ചും കൂടി ഒരു ഷാർപ്പ് കട്ടായിട്ട് കനം കുറച്ചും കൂടെ കുറയുന്നു. ഇനി അതിനോടൊപ്പം ഇതിൻ്റെ കൺസോൾസ്, ഇവിടെ 2 AC വെൻസ് ആണ് വരുന്നത്. AC വെൻറ്റിൻ്റെ തൊട്ട് താഴെ നമുക്ക് വളരെ സിൽവർ കളറിലുള്ള ഇൻസേർട്ട്. സോ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നു. നമുക്ക് അതിൻ്റെ പ്ലേസിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പുഷ് സ്റ്റാർട്ട് ബട്ടണിൽ തന്നെ നമുക്കൊരു ഗ്രീൻ ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ക്രോമൊക്കെ ആക്കി അതിനെ സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ മാറ്റ് ഫിനിഷിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതൊരു ഇതിൻ്റെ സ്ട്രക്ചർ കൊടുത്താകുന്നത് തന്നെ ഇവിടെ വരുമ്പോഴേക്ക് അത് കുറഞ്ഞു വരുന്നു, ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് കൂടി വരുന്ന വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് ഹൈ ക്വാളിറ്റിയുടെ ആയിട്ടുള്ള ലെതറൈറ്റ് മെറ്റീരിയലാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുതിയ നെക്സോണിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ സെൻട്രൽ കൺസോൾസ് മുഴുവൻ മാറിയിട്ടുണ്ട്. ഫുൾ ടച്ച് സ്ക്രീനിലാണ് വരുന്നത്. ടച്ചിൽ വരുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതിനോടൊപ്പം ഇതിൻ്റെ എല്ലാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ചാണ് വരുന്നത്. ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഡിക്കി ബോട്ട് നമുക്ക് ഇപ്പോൾ ഉള്ളിലിരുന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ലോക്ക് ആൻഡ് ലോക്ക്, 360 ക്യാമറ. ഇപ്പോൾ നമ്മൾ പറയുകയുണ്ട് 360 ക്യാമറ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ റിവേഴ്സിൽ ഇടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ആക്ടിവേഷൻ ആവും. സോ അതിനോടൊപ്പം തന്നെ വരുന്ന ഒരു ഫീച്ചറാണ് ഉള്ളിലിരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി സ്ലോ സ്പീഡിലാണ് നമുക്കൊരു 360യുടെ അവൈലബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു റഷ് ആയിട്ടുള്ള പാർക്കിങ്ങിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പ് മതി. നമുക്ക് ഇതിലെ ക്ലസ്റ്ററിലേക്ക് അപ്പാടെ തന്നെ 360 ആക്ടിവേഷനായിട്ട് മാറുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടച്ച് സ്ക്രീനിലേക്ക് വരുന്ന ഒരു സെൻസിങ്, ഉള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ഫങ്ഷൻസ് AC, ഓട്ടോമാറ്റിക് AC, ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒക്കെയാണ് വരുന്നത്. ഇവിടെ ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ടുണ്ട്. അതിനോടൊപ്പം USB ചാർജിങ്. ഇവിടെ 5 വോൾട്ടിൻ്റെ നമുക്കൊരു C-പോർട്ട് ചാർജിങ്ങും ഇത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 5 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സ്ലോട്ട് കാണാം. അത് C-പോർട്ടാണ്. USB ചാർജിങ് 12 വോൾട്ടിൻ്റെ നോർമൽ സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സോണിൽ വരുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു പുതിയ ഗിയർ നോബാണ് ഇവിടെ വരുന്നത്. ഗിയർ നോബ് നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ കൈ ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലൊരു ഫ്രണ്ട് സൈഡിലൊരു നോബുണ്ട്. ആ നോബ് ജസ്റ്റ് വലിച്ചതിന് ശേഷമാണ് നമുക്ക് റിവേഴ്സ് ഗിയറിലേക്ക് എൻഗേജ്ഡ് ആവുന്നത്. റിവേഴ്സ് ഗിയറിലേക്ക് എൻഗേജ്ഡ് ആവുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വേറൊരു ഗുണം 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമുക്ക് വണ്ടിയിൽ വരുന്നത്. ഇനി നമുക്ക് നേരത്തെ അവൈലബിൾ ആയതുപോലെ തന്നെ ഇതിനൊരു സ്പോർട്ട്, എക്കോ, സിറ്റി എന്ന് പറയുന്ന 3 മോഡ് നമുക്ക് വണ്ടിയിൽ അവൈലബിൾ ആണ്. അതിനോടൊപ്പം നമുക്ക് ഓരോ ടാപ്പിങ്ങിലൂടെ നമുക്ക് കറക്റ്റ് ഇത് ഏതാണ് വേണ്ടത്. എക്കോ മോഡിലാണെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ എക്കണോമി നല്ല മൈലേജ് കിട്ടുന്നു. സ്പോർട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ വണ്ടിയുടെ യഥാർത്ഥ ടോർക്ക് ആൻഡ് പവർ നമുക്കറിയാൻ സാധിക്കും. അത് ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് എഴുതി കാണിക്കും ഏത് മോഡിലാണ് വണ്ടി വർക്ക് ചെയ്യുന്നതെന്നുള്ളത് പോകുന്നതെന്നുള്ളത്. സിറ്റി മോഡാണ് നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം കിട്ടുന്ന മോഡ്. അതിനോടൊപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്
ഇപ്പം വരുന്ന സീറ്റ്സിൽ എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. ഈ എല്ലാ സീറ്റ് ബെൽറ്റാണ്. വണ്ടി സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഓരോ സീറ്റിലും ആളിരിക്കുന്നത് വരെ ക്ലസ്റ്ററിൽ കാണിച്ചു തരുന്നുണ്ട്. അതിനോടൊപ്പം ഓരോ സീറ്റിൻ്റെയും ഒരുപാട് ഇൻഫർമേഷൻസും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് വെഹിക്കിൾ ഇൻഫർമേഷൻ കിട്ടും, ഡ്രൈവർ അസിസ്റ്റ് കിട്ടും, ട്രിപ്പ് ഇൻഫർമേഷൻ, അങ്ങനെ ഒരുപാട് നമുക്ക് നാവിഗേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. വെഹിക്കിളിൻ്റെ അസസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കും, എല്ലാ ഡീറ്റെയിൽസും. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഓൾ ടയർ എത്ര പ്രഷർ ഉണ്ടെന്ന് വരെ നമുക്ക് ഈ വണ്ടിയിൽ കാണിച്ചു തരുന്നതാണ്. വരുന്നത് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ്. ഓട്ടോ ഹെഡ് ലാമ്പിൻ്റെ നമുക്ക് സ്വിച്ച് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നോർമൽ വണ്ടീൻ്റെ പോലെയൊക്കെ തന്നെ. അതിപോലെ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പറിൻ്റെ സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കണം. സ്പേസ് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേക്കിൽ നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്സ് വരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാൻഡ് ബ്രേക്സും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെൻസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഇതിൻ്റെ ഓട്ടോ ഡിമ്മിങ് IR ആണ് വരുന്നത്. ഇത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വിസിബിലിറ്റി നൈറ്റ് ടൈമിലും കിട്ടുന്നു. കാരണം നമ്മുടെ കണ്ണിലേക്ക് ഒരു റിഫ്ലക്ഷൻ കിട്ടില്ല. ഇനി നമുക്കിവിടെ ഒരു ലൈറ്റനിങ്ങിൻ്റെ ഓപ്ഷൻ, ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഓപ്പണിംഗ് ആണ്. പിന്നെ ഇതിനൊരു സൺറൂഫ് ഉണ്ട്. സൺറൂഫിൻ്റെ കൺട്രോൾസ് വരുന്നത് ഇവിടെയാണ്. നമുക്കൊരു സിംഗിൾ ടാപ്പോട് തന്നെ സൺറൂഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. വളരെ മനോഹരമായ സൺറൂഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം നമുക്ക് ആൻറ്റി പിഞ്ച് സൺറൂഫാണ് വരുന്നത്. നമ്മുടെ കയ്യോ കാര്യങ്ങളോ കുടുങ്ങുവാണെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കോട്ടേക്ക് തന്നെ പൊക്കോളും. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളോ നമ്മൾ സേഫ് ആയിരിക്കും. എപ്പോഴും നമുക്ക് സെൻസ് ചെയ്ത് തന്നെ നമുക്ക് ബാക്കോട്ടേക്ക് പൊക്കോളും. പിന്നെ ഇപ്പം വരുന്ന സൺറൂഫിന് വേറൊരു ഗുണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും, ചെറിയൊരു ബ്ലാക്ക് ആൻഡ് കളർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺലൈറ്റ് നല്ല ഓവർ സണ്ണാണ്. സോ അതുകൊണ്ട് നമുക്ക് കൂൾഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ബ്ലൂ ഷെയ്ഡായിട്ടായിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ട് ചെയ്യാം. ക്യാമറയിൽ എത്രത്തോളം അത് കിട്ടുമെന്ന് അറിയില്ല. വളരെ നമുക്ക് കണ്ണിൽ കാണാൻ നേരത്ത് നമുക്ക് കാണാം. ഒരു കൂൾഡ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. നമുക്ക് അതിന് ഗാർഡും കൂടെ വലിച്ചിട്ട് സൺലൈറ്റിന്റെ ഗാർഡിന് നല്ല കട്ടിയുണ്ട്. നോർമലി വണ്ടികളുടെ ബ്രാൻഡ്സിന്റെ ഒക്കെ വരുന്നത് ഇതിന് കട്ടി കുറവായതുകൊണ്ട് നമുക്ക് ഡേ ടൈമിൽ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇതിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നല്ല സ്ട്രെങ്തി ആയിട്ടുള്ള വണ്ടീന്റെ കേസിൽ പറഞ്ഞാൽ തന്നെ സ്ട്രെങ്ത് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ കാര്യത്തിലും നമുക്ക് ടച്ച് ആൻഡ് ഫീൽ വളരെ നൈസാണ്. ഫീച്ചറാണ് നമുക്ക് പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഡാഷ്ബോർഡിന്റെ സൈഡിലാണ് നമുക്ക് അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഫംഗ്ഷൻ വരുന്നത്. സോ അത് കീ വെച്ച് തന്നെ നമുക്കത് ഓണും ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനോടൊപ്പം നമുക്ക് ക്ലസ്റ്ററിൽ ഇവിടെ നമുക്ക് അതിന് ഓൺ ഓഫ് സംവിധാനവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ്, ബൂട്ടും എക്സ്ട്രാ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നോക്കാം. ഇതിന്റെ ബൂട്ട് നമുക്ക് ഓപ്പണിംഗ് ചെയ്യുന്നത് റിയർ സൈഡിൽ നമുക്ക് ഈ എക്സിന്റെ നെക്സോണിന്റെ സെന്ററിൽ വരുന്ന എക്സിന്റെ നേരെ താഴെ ഒരു ടാപ്പ് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ ബട്ടണാണ് വരുന്നത്. ഈ ബട്ടണിൽ ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ആയി. ഇവിടെ തന്നെ നമുക്ക് LED ആയിട്ടുള്ള ലാംപ്സ് കാണാം. നമുക്ക് നമ്പർ പ്ലേറ്റ് വിസിബിലിറ്റിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് നല്ലൊരു പാസർ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ്. അതിനോടൊപ്പം അത്യാവശ്യം നമുക്ക് 3 kg വരെ നമുക്ക് സപ്പോർട്ടീവ് ആണ്. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 4 ഹുക്കാണ് നമുക്ക് സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 ഹുക്കുണ്ട്. 1, 2, 3, 4 ഇരുവശങ്ങളിലായിട്ട് 4 ഹുക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് 350 ലിറ്റേഴ്സിൻ്റെ ഒരു നല്ലൊരു ബൂട്ട് സ്പേസ് വണ്ടിയിൽ അവൈലബിൾ ആണ്. അതിനോടൊപ്പം ഇത് നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ, ഇതിൻ്റെ തുറക്കുമ്പോൾ ഹുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കാം. ഏകദേശം നമുക്ക് ജസ്റ്റ് സിംഗിൾ ടാപ്പോട് കൂടി തന്നെ നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ ഡിക്കി ബേക്കിൽ നമുക്ക് കാണാൻ പറ്റും, വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ബൂട്ടാണ് നമുക്ക്. ടയർ, അതിനോടൊപ്പം ആ ഒരു കിറ്റിൽ നമ്മുടെ എല്ലാ ഷാക്കി, സ്പാനർ, വീൽ സ്പാനർ എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്കിവിടെ നല്ലൊരു ലൈറ്റിനിങ് കൊടുത്തിരിക്കണം. ഏകദേശം ഞാനൊരു 6 feet ഹൈറ്റ് വരുന്ന ഒരാളാണ്. സോ നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഹെഡ് റൂം കാര്യങ്ങളൊക്കെ.
ഇത് സൺറൂഫ് വേരിയൻ്റ് ആണ് വരുന്നത്. സൺറൂഫ് വേരിയൻ്റ് അല്ല, നോർമൽ വേരിയൻ്റ് ആണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഇവിടം കുറച്ചുകൂടെ ഹൈറ്റഡ് ആയിരിക്കും. നമുക്ക് സൺറൂഫ് വേരിയൻ്റ് വരുമ്പം അവരിവിടെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കേർവ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്രാമ്പ് ഹാൻഡിലായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രാമ്പ് ഹാൻഡിൽ. സോ അവിടെ ഒരു കോട്ട് ഹുക്ക്. ഈ ഒരു സ്പേസ് ഒരു 4 വിരൽ വെച്ചാലും ഒരു 6 ഫീറ്റ് ഉള്ള ഒരാൾ 4 വിരൽ വെച്ചിട്ടും പിന്നെ സ്പേസിങ് ബാക്കിയാണ്. അതൊരു വലിയ ഒരു കാര്യമാണ്. കാല് നമുക്ക് ലോങ് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ നീട്ടി വെക്കാം. അപ്പം നമുക്കിവിടെ ഈ തൈസിൻ്റെ ഇവിടെ നമ്മൾ പ്രത്യേകം ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് ഇതിൽ സീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് ചെയ്യുമ്പം നമ്മുടെ കാല് കുറച്ച് നീട്ടി വെച്ചിരിക്കുമ്പോൾ നമുക്ക് തൈസിൽ നല്ല സപ്പോർട്ട് കിട്ടും. നോർമൽ വെഹിക്കിളിനെ അപേക്ഷിച്ച് നല്ല തൈ സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം കിട്ടുന്നുണ്ട്. സോ അത് നമുക്ക് വളരെ കംഫർട്ടായിട്ട് തന്നെ യാത്ര ചെയ്യാൻ നമുക്ക് പറ്റും. മൂന്നാമത് ഒരാൾ ഇരുന്നാലും ഇവിടെ ഒരു AC വെൻ്റ് ഉള്ളതുകൊണ്ട് AC വെൻ്റ് നമുക്ക് കാണാൻ സാധിക്കും. AC വെൻ്റ് 2 അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കൂളിങ്ങും കാര്യങ്ങളും കിട്ടും. ഓൾമോസ്റ്റ് വളരെ ബാക്ക് സൈഡ് ആയാലും നല്ല പ്ലസൻ്റ് ആണ്. നമുക്ക് യാത്ര ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ വിധത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് നെക്സോണിൻ്റെ ബാക്ക് സൈഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് എഞ്ചിൻ റൂമാണ്. എങ്ങനെയാണ് എഞ്ചിൻ റൂമിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റിങ്സ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമുക്കിവിടെയാണ് അതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഓപ്പണിംഗ് ചെയ്യുന്നത്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, അവിടെ ഓപ്പണായി വന്നു. അതിനുശേഷം നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മറ്റ് ബ്രാൻഡിനെ അപേക്ഷിച്ച് നെക്സോണിന് എന്താണെന്നുള്ളത്. നെക്സോൺ എന്ന് പറയുന്ന വണ്ടിയുടെ വെയിറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്നാൽ മതി. നല്ല ഹൈറ്റ് ഇടാം, നല്ല വെയിറ്റ് ഇടാം. ഇവിടെയാണ് വരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് വെൽ അറേഞ്ച്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ നെക്സോണിൻ്റെ എഞ്ചിൻ റൂം നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ടാറ്റ മോട്ടോഴ്സ് നമുക്ക് എഞ്ചിൻ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും മെക്കാനിക്സിന് വളരെ ഈസിയാണ്. നെക്സോൺ എന്ന് പറയുന്ന വണ്ടി കിട്ടുന്ന തന്നെ അവർക്ക് സന്തോഷം. കാരണം അവർക്ക് ഇഷ്ടം പോലെ സ്പേസാണ് എഞ്ചിൻ റൂമിലുള്ളത്. അതിനോടൊപ്പം തന്നെ വൈപ്പറിൻ്റെ വെള്ളം ഒഴിക്കുന്ന സ്ഥലവും കാര്യങ്ങളും. അതിനോടൊപ്പം ഇവിടെ എൻജിൻ്റെ ഫ്യൂവലിൻ്റെ ഡിക്ക് ഉണ്ട്. നമുക്ക് എത്ര ഓയിൽ കാര്യങ്ങളെല്ലാം ഓയിൽ ഡിക്കാണ്. ഓയിൽ ഡിക്ക് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു എൻജിൻ റൂം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പം വന്നിരിക്കുന്ന ഒരു പുതിയൊരു ടെക്നോളജിയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ പോലെയല്ല, പുതിയ ടെക്നോളജിയിലാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ വരുന്നത്. ബ്രേക്കിങ്ങിൻ്റെ ഓയില് കാര്യങ്ങൾ, ഫ്ലൂയിഡും കാര്യങ്ങളും, ABS യൂണിറ്റും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. എല്ലാവരും ചോദിക്കും, ഒരു 3 സിലിണ്ടർ അല്ലേ, വൈബ്രേഷൻ ഉണ്ടാവില്ലേ? നമ്മുടെ വണ്ടിയുടെ ടോർക്ക് ആൻഡ് പവർ എന്ന് പറയുന്നത് 120 PS പവറും 170 Nm ടോർക്കുമാണ്. അപ്പം നമ്മുടെ വണ്ടി ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ടർബോ ചാർജ്ഡ് എഞ്ചിനും കൂടിയാണ്. സോ നല്ല പവറും നല്ല ടോർക്കും അതിനോടൊപ്പം തന്നെ നല്ലൊരു സ്മൂത്ത് ആൻഡ് ഡ്രൈവും. നമ്മൾ വെൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ ബ്രാൻഡ്സും, ഫോക്സ്വാഗൻ മുതലുള്ള എല്ലാ ബ്രാൻഡ്സും നമുക്ക് ഒരു 1200 cc വരുന്ന വെഹിക്കിൾസിന് 3 സിലിണ്ടറാണ് അവരും കൊടുക്കാറ്. സോ അതേപോലെ അതിൻ്റെ ഒരു ആവശ്യമേ വരുന്നുള്ളൂ. നമുക്ക് വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും നെക്സോണിനെ സംബന്ധിച്ചിട്ടില്ല. നെക്സോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് വെരി നൈസ് കാർ. ഓൾസോ നല്ല ഹാൻഡ്ലിങ്, നല്ല ബ്രേക്കിംഗ്, നല്ല സേഫ്റ്റി. സോ ഒരു ഫാമിലി കാറായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാർ തന്നെയാണ് നമ്മുടെ നെക്സോൺ എന്ന് പറയുന്നത്.